ഞാൻ ഈ സാമൂഹ്യ മാധ്യമത്തിലെ സോഷ്യൽ മീഡിയ നോക്കാറില്ല ഇന്നല്ല ഒരിക്കലും നോക്കാറില്ല. ആ നോക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടയ്ക്കെന്നല്ലാതെ ഞാൻ നോക്കാറില്ല. കുറേ പേര് സപ്പോർട്ട് ചെയ്യും, കുറേ പേര് എതിർക്കും. ദാറ്റ് ഹാസ് നോ ഇമ്പാക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ 20% ആളുകളേ ഉള്ളൂ. ആ 20% ആളുകൾ 10% വെളിയിലാണ്. 10% ആളുകളുടെ മേലെ ഇത് സ്വാധീനം ഉള്ളൂ. അത് അനുകൂലവും സ്വന്തം. ഐ ആം നോട്ട് ബോതേർഡ് അബൌട്ട്. ഞാൻ വായിക്കാറേ ഇല്ല. ഒരു വിമർശനവും സാമൂഹ്യം ഞാൻ വായിക്കത്തില്ല, ആരുടെയും വായിക്കത്തില്ല. അയ്യോ സാറ് എന്നെ സാറേ എന്ന് വിളിക്കണമെന്ന് ഞാൻ ഒരുത്തരോടും പറയുന്നില്ല. എന്നെ സാറേ വിളിക്കണ്ട, എന്നെ കുര്യനെന്ന് വിളിച്ചാലും എനിക്ക് പരാതിയില്ല. പിന്നെ ചിലരൊക്കെ സാറേ വിളിക്കുന്നുണ്ട്, അത് അവരുടെ ഒരു സംസ്കാരമെന്നേ ഉള്ളൂ. എന്നെ എങ്ങനെ വേണേൽ വിളിക്കാം, കുര്യനെന്ന് വിളിക്കാം, അല്ലെങ്കിൽ എടോ എന്ന് വിളിക്കാം. ഇത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ എടോ എന്നും താനെന്നും ഒക്കെ പറയും. വിവേകമുള്ള യൗവനമാണ് വേണ്ടത്, ശുഭിത യൗവനം അല്ലെന്നാണ് പറഞ്ഞത്. അഗ്രസീവ് യൂത്ത് എന്ന് അങ്ങ് പറഞ്ഞതിനെ അവർ കൗണ്ടർ ചെയ്യുന്നത് വിവേകമുള്ളവരെയാണ് വേണ്ടത്, ശുഭിത യൗവനത്തെ അല്ല വേണ്ടത്. ഓ തീർച്ചയായും ആകട്ടെ, വിവേകമുള്ളവർ മതി. 25 പേരോ പഞ്ചായത്തിൽ ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അഗ്രസീവ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഗ്രസീവ്നെസ് അല്ല ഞാൻ ഉപയോഗിച്ചത്, ഇൻ്റലക്ച്വൽ ആൻഡ് ഐഡിയോളജിക്കൽ അഗ്രസീവ്നെസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പം അതിനകത്ത് അഗ്രസീവായ 25 പേരെ വീതം ഉണ്ടാക്കാൻ അവർ മുൻകിട്ടിറങ്ങിയാൽ ഞാൻ അതിന് എല്ലാ പിന്തുണ നൽകി അതിൻ്റെ കൂടെ പോകും. അത് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലായി അല്ല. പണ്ടൊക്കെ ഞങ്ങൾ സമരത്തിൽ, ഞാൻ യൂത്ത് കോൺഗ്രസിലും ഇതെല്ലാം ഒരുപാട് സമരത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ 70കളിൽ പിന്നെ 80 ആയപ്പോൾ ഞാൻ MP ആയി. പിന്നെ എന്നാൽ ആ സമയത്തും സമരങ്ങളിൽ പോയിട്ടുണ്ട്. സമരം അക്രമാസക്തമാകാൻ നോക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതാ ഞങ്ങൾ ചെന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ചെയ്തൊക്കെ ഞങ്ങൾ ചെല്ലും, പോലീസ് തടയും. അതാ ഞങ്ങളവിടെ ഇരിക്കും, കുറേ കഴിയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അക്രമാസക്തം ആകുന്നതിന് കുഴപ്പം പാവപ്പെട്ട പിള്ളേർക്ക് അടി കിട്ടുമെന്നുള്ള അതിനോട് എനിക്ക് താല്പര്യമില്ല.